മൊബൈൽ ഫോൺ ഉള്ളവനും ഇല്ലാത്തവനും സിനിമ കാണുന്നവർക്കും കാണാത്തവർക്കും ഈ റിവ്യൂ സമർപ്പിക്കുന്നു. ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ റിവ്യൂലോട്ടാണ്. ഇപ്പോൾ റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പടം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ പത്തനാപുരം സീമ സിനി പ്ലസിലാണ്. സീമ പണ്ട് തൊട്ടുള്ള തിയേറ്ററാണ്, ഇപ്പം പുതുക്കി പണിഞ്ഞ. ഇപ്പം കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടെ 3 സ്ക്രീനുണ്ട്. ഓഡിയോ 1, 2, 3. ഓഡിയോ 2ലാണ് കയറിയത്, അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇപ്പോൾ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം സിനിമ തുടങ്ങി കഴിയുമ്പം ഇപ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോൾ ആൾക്കാർ വരുന്നേ ഉണ്ട്, സ്വാഭാവികം വരുന്ന ഇരിക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമ ജീവനക്കാർ തന്നെ, അപ്പോൾ ജീവനക്കാർ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് തുറക്കുന്ന അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ തോന്നി. ഇപ്പോൾ കാരണം പറഞ്ഞാൽ സിനിമ കാണുന്നവരെ നല്ലോണം ബാധിക്കുന്നുണ്ട്. ഞാൻ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആ പയ്യനായാലും തിയേറ്റർ ജീവനക്കാരായാലും അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഒരു പ്രായമുണ്ട്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവും. ആ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം അത് ചുട്ട് വെയിലായിരിക്കും. ആ വെയിൽ അടിക്കുമ്പോൾ നമുക്ക് കാണത്തില്ല. ഇപ്പം നമ്മൾ തിയേറ്ററിനകത്ത് ഇരുന്ന് ടോർച്ച് അടിച്ചങ്ങിരിക്കും, കാണാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ കാണാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്ന് കാണാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഷോ ആണ് കാണാൻ പോയത് 11 മണിക്ക്. അതിൻ്റെ ഇടയ്ക്ക് പുറകിലൊരു സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം 2 ലേഡീസ് വന്ന് ഈ ബാക്കിൽ വന്നിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് സീറ്റിൻ്റെ വിഷയമായി, കുറേ പേരെ മാറ്റിയിരുത്തി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഒരു സമയമുണ്ട്. അത് നമുക്ക് സിനിമയെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഒന്ന് സിനിമ ജീവനക്കാർ അല്ല, തിയേറ്റർ ഉടമകളായാലും അത് പോട്ടെ, അത് പലപ്പോഴും വരുന്നതാണ്. തിയേറ്റർ ഉടമകൾ തന്നെ, തിയേറ്റർ ജീവനക്കാർ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് തുറക്കുന്നത്, കതവ് തുറന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊന്നും കുറച്ച് നല്ലതായിരിക്കും. അത് ഇൻ്റർവെല്ലിൻ്റെ സമയത്തോ അതോ സിനിമ തീരുന്ന സമയത്തോ ഒക്കെ ആയാൽ നല്ലതായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം റിവ്യൂലോട്ട് പോവാം. മലയാളി ഫ്രം ഇന്ത്യ, ഡയറക്ടർ ഡിജോ ജോസ് ആൻ്റണി, റൈറ്റർ ഷാരിഫ് മുഹമ്മദ്, മ്യൂസിക് ജാക്സ് ബിജോയ്. ഇപ്പോൾ ഈ പടം എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ട്രെയിലർ, ടീസർ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വന്നതാണ്. അതിൻ്റെ ടീസർ, ട്രെയിലർ, അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ 2 പ്രൊമോഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഒരു കോമഡി രീതിയിൽ. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷ പോയെന്ന് പറഞ്ഞാൽ ഇതൊരു കോമഡി പ്രതീക്ഷയാണ് പോയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററും ഈ ടീസർ പ്രതീക്ഷിച്ച് പോയി. പക്ഷേ പടം എങ്ങും എത്തിയില്ലെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. കാരണം ഇപ്പോൾ നിവിൻ പോളിയെ കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. പക്ഷേ നമുക്ക് തുടക്കം കുറച്ച് നേരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി. കാരണം ഈ കോമഡി കുറച്ച് ഭാഗം അത് വർക്കായി. കാരണം നിവിൻ പോളിയുടെ കോമഡി ഉണ്ട്, അതായത് ഒരു കൊച്ചു പയ്യനുമായിട്ടുള്ളൊരു കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. അത് നിവിൻ പോളി ആയതുകൊണ്ട് അത് ഓവറല്ലാതെ കിട്ടി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അത് ചളിയായി പോയത്. പക്ഷേ അത് നല്ല രീതിയിൽ എനിക്ക് ചില രീതിയിൽ അത് വർക്കായിട്ടുണ്ട്. പിന്നെ ധ്യാനുണ്ട്, നിവിൻ പോളിയുടെ കൂടെ തന്നെയുള്ള ഒരാളാണ്. പുള്ളി കൊള്ളാം. പുള്ളി അതിനൊപ്പം തന്നെ ആ ഒരു കോംബോ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ മഞ്ജു ചേച്ചി അത് അടിപൊളിയായിട്ട് കൊടുത്ത റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ആ സീരിയസ് റോളൊക്കെ കാണിക്കുമ്പം നമുക്കൊരു ബ്ലാക്ക് ഹ്യൂമർ പോലെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ അങ്ങും ഇങ്ങും ഒക്കെ തൊട്ട് ഏകദേശം രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ഏകദേശം ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം തന്നെ ചെറിയ വിഷയത്തിനൊക്കെ പോയി, നോർത്തിലൊക്കെ നടക്കുന്ന കാര്യമായിരിക്കും, ചെറിയ വിഷയത്തിലൊക്കെ പോയി ഇത് മതത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വഴക്കിടുന്നത്. അത് ഇതിനകത്ത് കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും കാണിക്കുന്നുണ്ട്. ഒരു ക്രിക്കറ്റ് മാച്ച് കാണിക്കുന്നുണ്ട്. ആ ക്രിക്കറ്റ് മാച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു വിഷയം കാണിക്കുന്നുണ്ട്. ആ ക്രിക്കറ്റ് മാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ 2007 വേൾഡ് കപ്പാണ് നടക്കുന്നത്, T20 വേൾഡ് കപ്പ്. അത് ഇന്ത്യയാണ് വിന്നർ. പക്ഷേ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് അത് 2007 വേൾഡ് കപ്പ് തന്നെ, എനിക്കത് ഉറപ്പ് തന്നെയാണ്. സെമി ഫൈനൽ ആസ്ട്രേലിയ, അത് കഴിഞ്ഞിട്ട് ഫൈനൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അത് ഫൈനൽ അത് തന്നെ 2007 ഇന്ത്യ വിന്നറായ വേൾഡ് കപ്പ്. അതായത് മിസ്ബ ബാക്കിലോട്ട് അടിക്കുന്നതും ശ്രീശാന്തിൻ്റെ ക്യാച്ച് അതിനകത്തൂടെ വിന്നറായ ആ ഒരു മാച്ച് തന്നെയാണ് കാണിക്കുന്നത്. എനിക്കത് ഉറപ്പുള്ളൊരു മാച്ചാണ്. പക്ഷേ അതിനകത്ത് പാകിസ്ഥാൻ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയേക്കുന്നത്. അത് പോട്ടെ, അത് ചിലപ്പോൾ സിനിമയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയതായിരിക്കും. പക്ഷേ ഇതിനകത്ത് പല സ്ഥലത്ത് ഇത് ചേരുന്നില്ല, കഥകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നില്ല. അതായത് 2007 നടക്കുന്ന വേൾഡ് കപ്പ് പിന്നെ ഒരു പെട്ടെന്ന് അതൊരു 2020 വരുന്നുണ്ട്, 2020 വരുന്ന ഒരു കഥയായിട്ട് മാറുന്നുണ്ട്. പിന്നെ അത് സത്യം പറയുന്നത് ഒരു ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ ഏത് വർഷമാണ് നടക്കുന്നതെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ചുമ്മാ പറഞ്ഞ് ഒരു സ്റ്റോറി ആയിട്ട് പോകുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇനി സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം സെക്കൻഡ് ഹാഫ് ഒരു ലാഗ് ഫീലിംഗ് ആണ് തോന്നുന്നത്. അതായത് ഒരു പാകിസ്ഥാനായിട്ടുള്ളൊരു പുള്ളിയുണ്ട്, പാകിസ്ഥാനി. അപ്പോൾ പുള്ളി ഒരു കണക്റ്റ് ആവാൻ പുള്ളിയായിട്ടുള്ള കുറച്ച് സീന് ഒന്ന് സിങ്കായി വരാൻ, അതായത് ഒന്ന് ബോണ്ടായിട്ട് വരാൻ കുറച്ച് സമയം എടുത്തു. അത്രയും ഭാഗം കുറച്ച് ലാഗായിട്ടാണ് എനിക്ക്. പിന്നെ അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നതും ആ രീതിയിൽ, അതായത് ആ ഒരു ഭാഗം എനിക്ക് കണ്ടിട്ടൊരു ആടുജീവിതം ടൈപ്പ് പോലെയൊക്കെ വന്ന്, വേറൊരു ന്യൂ ജനറേഷൻ ആടുജീവിതം പോലൊക്കെ വന്ന് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അത് നല്ലോണം കണക്റ്റ് ആയിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പുമായിട്ട് പിന്നെ മുന്നോട്ട് പോകുന്നതും, പിന്നെ കോവിഡ് ടൈമിലൊക്കെ വരുന്ന കുറച്ച് കഥകളൊക്കെ കുത്തിക്കയറ്റി, പിന്നെ ഒരു ഇമോഷനൊക്കെ വർക്കായിട്ടുണ്ട്. ആ പാകിസ്ഥാനിലെ കുറച്ച് ഇമോഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി വർക്കായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിലോട്ട് പോകുമ്പം
ബി ജി എം ഇതിനകത്തൊരു പ്രധാന ഘടകം തന്നെ. BGM അതിനകത്ത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. BGM അല്ലാതെ ക്ലൈമാക്സിലോട്ട് വരുമ്പം എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്ലൈമാക്സ് തന്നെ. കാരണം ആ പാകിസ്ഥാനിയുമായിട്ട് ബന്ധപ്പെട്ട് ബോണ്ടായി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ ആയിരിക്കും കഥകൾ ഇങ്ങനെ പോകുന്നതൊക്കെ പറയാൻ പറ്റും. ഒരു സസ്പെൻസ് ഒന്നും അതിനകത്ത് ഇല്ല. പക്ഷേ അത് ഇതിനകത്ത് അങ്ങനെ വേണ്ട. പക്ഷേ ആ ഒരു രീതിയിൽ കിട്ടിയില്ല. ആ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പം പുള്ളിയുടെ നേരത്തെ താഴത്തെ പടമായാലും ക്യൂവിനകത്താണെങ്കിൽ പുള്ളി ഏതാണ്ട് കാര്യം പറയാൻ സാറേ ആ ഒരു കോടതി സീനൊക്കെ അറിയാം. ഒരു ലേഡീസിൻ്റെമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനഗണമനയ്ക്കകത്ത് ഒരു സ്പീച്ചും ഇതൊക്കെ കുറച്ച് രാഷ്ട്രീയമൊക്കെ കുത്തിക്കയറ്റി അതിനകത്ത് കൂടെ പോകുന്നുണ്ട്. ഇതിനകത്തും കുറച്ച് രാഷ്ട്രീയം പറയാൻ നോക്കി. അത് എങ്ങും എത്താത്ത രീതിയിൽ പോയിന്റ് കൂട്ടാണ് എനിക്ക് തോന്നിയത്. അത് ആ പ്രതീക്ഷ പോയതൊന്നും കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് എങ്ങനെയും കോമഡിയൊക്കെ കാണിച്ച് കുറച്ച് രീതിയിൽ പോവാം. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്തോ ഒരു പകുതി കഴിഞ്ഞിട്ട് അവർ തമ്മിലൊരു ബോണ്ടായി കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു. പിന്നെ ക്ലൈമാക്സിലായപ്പോൾ ആ കുറച്ച് മാച്ച് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു. അപ്പം ടോട്ടലി ഒരു ആവറേജ് നിൽക്കുന്ന ഒരു സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് വേറെ ക്യാരക്ടർ ചെയ്ത സലീംകുമാറുണ്ട്. സലീംകുമാറും അതേപോലെ തന്നെ ഒരു നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വരയ്ക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. കുറച്ച് പിടിച്ചിട്ടതിൻ്റെ കൂട്ടുള്ള ഒരു സീനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇതിനകത്ത് എനിക്ക് ഇതിനകത്ത് ചെയ്ത റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. റോളല്ല ആ പുള്ളി ഇതിനകത്ത് വൃത്തിയായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നാക്ക് തിരിയാത്തുള്ള രീതിയിലുള്ള വൃത്തിയായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി കൊടുത്ത് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാനി ആയിട്ടുള്ള ആ പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കൊച്ചിൻ്റെ സ്പീച്ചോടെയാണ് കൊച്ച് കുറച്ച് റോളേ ഉള്ളെങ്കിലും നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പയ്യൻ നിവിൻ പോളി ആ ഒരു ബോണ്ടിനകത്തുള്ള ഒരു പയ്യനെ നല്ല രീതിയിൽ നിവിൻ പോളി ആയതുകൊണ്ട് അത് കോമഡി ആയിട്ട് കിട്ടി. അല്ലെങ്കിൽ അത് ചളിയായി പോയനെ. പിന്നെ എടുത്തു പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒരു പേഴ്സണലി ഒന്നും. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ തന്നെ ഒരു റോൾ ചെയ്തിട്ടുണ്ട്, ഒരു കോച്ചിങ് സെൻറ്റർ നടത്തുന്നതായിട്ട്. ആ കോച്ചിങ് സെൻറ്ററിൻ്റെ അതൊക്കെ അനാവശ്യമായിട്ടൊക്കെ കുത്തിക്കയറ്റിയ സീനായിട്ടൊക്കെ തോന്നി. അങ്ങനെ മൊത്തത്തിൽ പ്രതീക്ഷിച്ചത് പോയതും കിട്ടിയില്ല. അങ്ങും എത്തിയില്ല, ഇങ്ങും എത്തിയില്ല. അവിടെ തന്നെ നിൽക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നിവിൻ പോളിയുടെ അഭിനയം എല്ലാവരുടെയും അഭിനയം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിവിൻ പോളിയുടെ കുഴപ്പമല്ല. നിവിൻ പോളി എല്ലാവർക്കും ഇഷ്ടമാണ്, സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതേപോലത്തെ സ്ക്രിപ്റ്റാണ് പുള്ളിക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ പുള്ളി എങ്ങനെ ഇപ്പോൾ കയറി വരുമെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പടം എന്തുമായാലും എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.